കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ഇവിടെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. 787 ഗ്രാം സ്വർണം ഞാൻ എൻ്റെ ത്രാസിൽ തൂക്കിക്കൊടുത്ത 1 ഗ്രാം സ്വർണ്ണമില്ല. അതാണ് 787 ഗ്രാം 480 മില്ലി എൻ്റെ ത്രാസിലാണ് തൂക്കിക്കൊടുത്തത്. അതിൽ 1 ഗ്രാം സ്വർണ്ണം ഇപ്പോൾ നിലവിലില്ല. ആ സ്വർണ്ണം എല്ലാം എവിടെ പോയി? അതെല്ലാം അടിച്ചുകൊണ്ട് പോയി, കള്ളന്മാരെ കൊണ്ടുപോയി. കോടിക്കണക്കിന് രൂപയുടെ ലാഭം. അല്ല, കള്ളനെ കൊണ്ടുപോയാൽ കള്ളനെ പിടിക്കണ്ടേ? കള്ളന് ഇറങ്ങണം. ഓങ്കാര സത്രത്തിൽ ഓങ്കാര ബാറെന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളമടിക്കുന്ന ജോലിയാണ് ഓങ്കാര. എല്ലാ വ്യഭിചാരവും അതിനകത്ത് നടക്കാം ഈ ഓങ്കാര സത്രത്തിൽ. അപ്പോൾ പറയാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ അത്തരത്തിൽ നടപടി വന്നപ്പോൾ എതിർത്തോണ്ടാണോ ഈ സംഭവം ഇത് നീണ്ടുപോയത്? ഈ നീണ്ടുപോയതും വഴക്കുണ്ടായതും. അതെ 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 അതെ. അതുകൊണ്ടാണ് ഈ പൊതുജനങ്ങളുടെ എതിർപ്പ് വന്നതോടുകൂടിയാണ് ഇത് ഇത്രയും നീണ്ടുപോയത്. അല്ല, ഈ സ്വർണം കൊണ്ടുപോയാലും ആളെ കാണണ്ടേ? ഇത് അവര് നാസ അയച്ച വല്ല ഉപഗ്രഹത്തിലെങ്ങനെ പോയോ? അതുകൊണ്ട് സ്വർണ്ണമുണ്ട്, ചിലരുടെ കൈകളിലാന്നേ ഉള്ളൂ. 2 വൃശ്ചികം 2/28 പിന്നെ 2 ഈ പടനിലത്തിൽ ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ പടനിലം കൊടുക്കുന്ന 28 പക്ഷേ 28 മുഴുവൻ സ്ഥലവും കൊടുത്ത് കാശ് മേടിച്ചെന്നുള്ളതാണ് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത്. 55ഓളം ഐസ്ക്രീം വണ്ടി വന്നിട്ട് ഒരൊറ്റ വണ്ടിക്കാണ് കാശ് കണക്കി വന്നത്. ബാക്കി മുഴുവൻ 54 എണ്ണത്തിൻ്റെയും കാശ് എൻ്റെ പോക്കറ്റിലായിരുന്നു. അതാണ് നടന്നത് ഇവിടെ. വൻ കൊള്ള. അപ്പോൾ അതിനെല്ലാം ഒരു അറുതി വരും പുതിയ ഭരണസമിതി ജഡ്ജിയുടെ നിയമത്തിൽ. ഇപ്പോൾ വന്നിരിക്കുന്ന ജഡ്ജെന്ന് പറയുന്നത് 100% ക്ലിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇതെല്ലാം വേണ്ട പോലെ ചെയ്ത് കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഇലക്ഷൻ നടത്തി പുതിയ ഭരണസമിതി ഏൽപ്പിക്കും. അതാണ് തീരുമാനം. സംരക്ഷണ സമിതിയാണ് ഇവിടെ അധികാരത്തിൽ വന്നത്. അത് 6 മാസം കഴിഞ്ഞപ്പോൾ പരസ്പരം കലഹിച്ച് അവർ തമ്മിൽ തല്ലിയിട്ട് 8 പേരുടെ ഒരു ഗ്രൂപ്പും 3 പേരുടെ ഒരു ഗ്രൂപ്പും ഉണ്ടായി. ആ 3 പേര് 8 പേരെ പുറത്താക്കി, 8 പേര് 3 പേരെ പുറത്താക്കി. അങ്ങനെ കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി. സുപ്രീം കോടതിയുടെ വിധിപ്രകാരമാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ് പയ്യന്നൂരിലുള്ള ഒരാളാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാനാണ് ഹൈക്കോടതി ഡിസ്ട്രിക്ട് ജഡ്ജി മോഹനേന്ദ്രൻ സാറും അദ്ദേഹത്തെ സഹായിക്കാൻ കായംകുളത്തെ അഡ്വക്കേറ്റ്. 2 വർഷമായിട്ട് മുടങ്ങാനുള്ള കാരണം ഈ തമ്മിലടിയാണ്. ഇവർ തങ്ങളിലുള്ള അന്തഃഛിദ്രമാണ് ഇത് തുടങ്ങാൻ തന്നെ. തീയതി നിശ്ചയിച്ചുകൊണ്ട് ഏതാനും അടുത്ത മാസങ്ങളിൽ തന്നെ ഈ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് പുതിയ ഭരണസമിതിയായിട്ട് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മളോടൊപ്പം മുൻ ഭരണസമിതി അംഗങ്ങളും സമീപ പ്രദേശത്തുള്ള ഭക്തജനങ്ങളും ഒക്കെ പറയുന്നത്. എന്തായാലും ഇവിടെയും വർഷങ്ങൾ കൂടെ ഇരിക്കുകയും തമ്മിൽ ഭക്തജനങ്ങൾക്ക് കാണിക്കയായിട്ടും നേർച്ചയായിട്ടും ഇന്ന് പലതും മോഷണം പോവുകയും കാണാതെ ഉത്തരവാദിത്വ ബോധമില്ലാതെ ഇരിക്കുമ്പോൾ പരസ്പരം അതിനകത്ത് തർക്കമുണ്ടാവുകയുമായിട്ടാണ് കഴിഞ്ഞ 2-2.5 വർഷക്കാലമായിട്ട് ഇവിടെ ഒരു ഇല്ലാതെ ഇരുന്നതും മറ്റൊരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഇതിലും ഒരു സ്ഥിരമല്ലാത്ത ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനെല്ലാം ഒരു അറുതി വരാനും ഓച്ചിറ ക്ഷേത്രത്തിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാം തന്നെ സുതാര്യമായിട്ട് ഈ ഓച്ചിറത്തിൽ ഭക്തജനങ്ങൾക്കും ഈ നാട്ടിനും നാട്ടുകാർക്കും ഈ കരക്കാർക്കും 52 കരയിലുള്ളവർക്കുള്ള ഐശ്വര്യവും ഈ ലോകത്താകമാനമുള്ള ഐശ്വര്യവും ഒക്കെ വരാൻ വേണ്ടി പുതിയ ഒരു ഭരണസമിതിയുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ഓണാട്ടുകരയിൽ ഓച്ചിറ ക്ഷേത്ര പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. കർമ്മ ന്യൂസിന് വേണ്ടി രാമഭദ്രൻ. ക്ഷേത്ര ഭരണസമിതിയുടെ ചാർജ് എടുത്തത് 2017 4 മാസം മെയ് 4 5 മാസം 4/5/2017 അവസാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അധികാരത്തിലേറെ. ആ ഭരണസമിതി സാധുജന സംരക്ഷണ സമിതിയുടെ ബാനറിലാണ് മത്സരിച്ച് വിജയിച്ച് അധികാരത്തിലേറി. നിർഭാഗ്യവശാൽ സാധുജന സംരക്ഷണ സമിതിയിൽ ഒരു വിഭാഗം ആളുകൾ സാനി സംരക്ഷണ സമിതിയായി രൂപാന്തരപ്പെട്ടതുകൊണ്ടാണ് അതിൽ ഭിന്നതയുണ്ടാകുകയും പല അവിശ്വാസ പ്രമേയങ്ങളെ പലപ്പോഴായി ഉണ്ടാകുകയും ചെയ്ത് കോടതി ഇടപെടലുകളും കോടതിയുടെ മേൽനോട്ടത്തിലും ഒക്കെ ഭരണമുണ്ടായി. തുടർന്ന് ഇപ്പോൾ സുപ്രീം കോടതി കേസ് വരികയും സുപ്രീം കോടതിയുടെ ഫൈനൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതികളെയെല്ലാം നീക്കം ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിൽ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ അവരുകളെ
അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കുകയും അദ്ദേഹം ചാർജ് എടുത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഓച്ചിറ ക്ഷേത്രഭരണ സമിതിയുടെ 52 കരകളിൽ നിന്നുള്ള പൊതുസമിതി അംഗങ്ങളെ ചേർക്കുക എന്നുള്ള പ്രക്രിയയാണ് ആദ്യമായി നടന്നു വരേണ്ടത്. അത് അംഗത്വത്തിനുള്ള ഫാറ വിതരണം 10-ാം തീയതി അവസാനിക്കുകയും മാർച്ച് 5-ാം തീയതി അവസാനിക്കുകയും 12-ാം തീയതി വരെ അപേക്ഷ തിരികെ കൊടുക്കാനുള്ള അവസരമുണ്ടായി. 12-ാം തീയതി വരെയായിട്ട് എൻ്റെ അറിവിൽ ഏതാണ്ട് 31,493 അപേക്ഷകൾ പുറത്തുപോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഏതാണ്ട് 45,000-ഓളം അപേക്ഷാ ഫോറങ്ങൾ വിതരണം ചെയ്തതിൽ 31,493 എണ്ണം തിരിച്ചു വന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മുതൽ നിലവിൽ ഉണ്ടായിരുന്ന മെമ്പർഷിപ്പുകൾക്ക് പുറമെ പുതിയതായിട്ട് 45,000 ഫാറങ്ങൾ ₹1 നിരക്കിൽ ഇവിടെ നിന്ന് വിതരണം ചെയ്യുകയും അതിൽ 31,493 അപേക്ഷകൾ തിരിച്ചു വന്നതായിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവന് 20 രൂപ വീതം ഒരേ മെമ്പർഷിപ്പ് ഫീസും അടച്ചിട്ടുണ്ട്. ആ ഇങ്ങനെ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ പരിശോധിച്ച് അതിലെ പോരായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന കരയിലെ ഇത്ര കാര്യങ്ങൾ 52 കരയാണ്. ആ 52 കരയിൽ ഇന്ന കരയിൽ ഇന്ന ഫാറങ്ങളിൽ ഇന്ന പോരായ്മകളുണ്ട്, പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കുന്നതിനും റിജക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഒരു വലിയ, എന്നിട്ട് അതിൽ നിന്ന് ഇനി തിരിഞ്ഞു മാറ്റണം. അതിൽ നിന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോരുത്തർ കരകളിൽ നായർ കരകളുണ്ട്, ഈഴവർ കരയുണ്ട്. അത് തീരുമാനിക്കുന്നത് മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ അതെല്ലാം സോർട്ട് ചെയ്ത് കരകളുടെ ഈ നായർ കരയാണെന്നോ ഈഴവ കരയാണെന്നോ അതല്ല മറ്റരയകര ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസറെ പോസ്റ്റ് ചെയ്യും. കോടതിയെ കൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോടതിക്ക്, ജില്ലാ കോടതിയാണ് ഈ മാതിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വമുള്ളത്. മേൽനോട്ടം വഹിക്കേണ്ടത് ആ ജില്ലാ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് റിട്ടേണിംഗ് ഓഫീസറെ പോസ്റ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതാണ് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്നത്.